ബിഗ് ബോസ് വീട്ടിലെ ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് രാജാവും പ്രജകളുമാണ്. അവിടെ രാജാവായി തെരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ അടുത്ത് തന്നെ തെരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. അവിടെ പകുതി പേര് ജിൻഡോയുടെ പേരും പകുതി പേര് സായിയുടെ പേരുമാണ് പറഞ്ഞത്. അങ്ങനെ ഒരു വോട്ട് കൂടുതൽ കിട്ടിക്കൊണ്ട് സായി അങ്ങനെ രാജാവായിരിക്കാണ്. സായിക്ക് 5 നിയമങ്ങൾ അവിടെ വരുത്താനുള്ള കാര്യം ഉണ്ടായിരുന്നു. രാജാവിന് 5 നിയമങ്ങൾ പറയാം. അത് രാജാവ് ഒന്നാമതായിട്ട് പറഞ്ഞത് അവരാരും സംസാരിക്കാൻ പാടില്ല, ആംഗ്യഭാഷ മാത്രമേ പാടുള്ളൂ. രണ്ടാമത് അവരൊരു റൂമിലിട്ട് പൂട്ടും. പിന്നെ രാജാവ് പറയുമ്പോഴേ ഫുഡ് കഴിക്കാനായിട്ട് പാടുള്ളൂ, രാജാവ് പറയുമ്പോഴേ സംസാരിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ രാജാവ് 5 നിയമങ്ങളൊക്കെ പാസ്സാക്കി എല്ലാവരെയും റൂമിലിട്ട് അടയ്ക്കുന്നുണ്ടായിരുന്നു. റൂമിലിട്ട് അടച്ചതിന് ശേഷം അവിടെ എന്നെ പാട്ടുപാടി സന്തോഷിപ്പിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഗസൽ പാടൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാസ്മിൻ്റെ അടുത്ത് പാട്ട് പാടാൻ പറയുമ്പോൾ ജാസ്മിൻ ഇരുന്ന് ആംഗ്യ ഭാഷയിലിരുന്ന് പാട്ട് പാടി കഴിഞ്ഞതിന് ശേഷം പാട്ടുപാടി സന്തോഷിപ്പിച്ചതിന് ആപ്പിൾ എന്ന് പറഞ്ഞു കൊണ്ടുകൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് റൂമിലിട്ട് പൂട്ടുന്ന സമയത്ത് പോടാ ഊളെ എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു അവിടെ ജാസ്മിൻ. പക്ഷെ അത് കേട്ടിട്ടില്ല രാജാവ്, അത് വേറെ കാര്യം. അതിനുശേഷം പിന്നെ അവരുടെ അടുത്ത് പണികളെല്ലാം തുടർന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. അവരുടെ അടുത്ത് ആരുടെ അടുത്തും രാജാവ് ഭക്ഷണം കഴിക്കാതെ ഭക്ഷണം കഴിക്കരുത് എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രീധുവിന് അവിടെ ഒരു ചപ്പാത്തി എടുത്ത് കഴിക്കാനായിട്ട് കൊടുത്തു അർജുൻ. അവരാണല്ലോ കിച്ചണിൽ നിൽക്കുന്നത്. ശ്രീധു ചപ്പാത്തി കഴിക്കുന്ന നേരത്ത് അവിടെ രാജാവിനെ വിളിച്ച് കാണിച്ചു കൊടുത്തു, ദേ ഭക്ഷണം കഴിക്കുന്നു രാജാവ് അറിയാതെ എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ അങ്കി പിന്നെ അവളെ പിടിച്ച് ജയിലിലടയ്ക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് രാജാവ് ഉത്തരവിട്ടു. ആ സമയത്ത് ശ്രീധു കിടന്ന് ഓടുന്നുണ്ട്. ഓടുന്ന സമയത്ത് വന്ന ഋഷിയും അഭിഷേകും ഒക്കെ വന്നിട്ട് ശ്രീധുവിനെ പിടിക്കുന്നുണ്ട്. അപ്പം അത് കണ്ടപ്പോൾ അർജുൻ അവിടെ നിന്നിട്ട് ഞാനും പോയി പിടിച്ചോട്ടെ എന്ന് രാജാവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ എല്ലാവരും കയറി പോയി പിടിച്ച് അവളെ തുറങ്കിലടയ്ക്കൂ എന്ന് പറഞ്ഞ വഴിക്ക് അവിടെ ഓടി വന്ന് അർജുൻ വന്ന് എടുത്തുകൊണ്ട് പോയിട്ട് ജയിലിലിട്ട് അടയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പറയുന്നുണ്ടായിരുന്നു, ഇവനാണ് എന്നെ ചതിച്ചത്, ഇവനായിട്ട് ഇനി ഞാൻ മിണ്ടില്ല, ഇവൻ എനിക്ക് കാണണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സത്യത്തിൽ ശ്രീധു ആ കെട്ടിയ അവസരം രസകരമായിട്ട് ശ്രീധു അവിടെ ചെയ്യുന്നുണ്ട്. ശ്രീധു ജയിലിൻ്റെ അകത്ത് കിടന്നിട്ട് എനിക്ക് വെള്ളം ദാഹിക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഓളിയിടുന്നു. അപ്പോൾ അർജുൻ കൊണ്ടുവന്ന് വെള്ളം കൊടുക്കുന്നുണ്ട്. അപ്പോൾ രാജാവ് കൊണ്ടുവന്നിട്ട് ഒരു മുട്ട കൊടുക്കാനായിട്ട് നോക്കിയാൽ പറഞ്ഞു രാജാവ് എന്നെ ഊട്ടി വിടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓളിട്ടു. അങ്ങനെ ആ ജയിലിൽ കിടന്നുകൊണ്ടുള്ള ആ ഒരു അത് രസകരമായിട്ട് അവിടെ മാക്സിമം എൻജോയ് ചെയ്ത് അവിടെ ശ്രീധു ചെയ്യുന്നുണ്ട് കേട്ടോ. ആ തമിഴ് കലർന്ന മലയാളം പറയുന്ന കേൾക്കാനായിട്ട്, ആ ജയിലിൽ കിടന്നിട്ട് പറയണ കേൾക്കാനായിട്ട് നല്ല രസമുണ്ട്. രാജാവേ എന്നെ ഭടനാക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീധു അവിടെ പറയുന്നുണ്ട്, ഞാൻ വിശ്വസ്തയുള്ള ഭടനായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അവിടെ ശ്രീധു കിടന്നിട്ട്. എന്തായാലും സംഭവം നല്ല രസമുണ്ട് കാണാനായിട്ട്. അവിടെ ശ്രീധുവിനെയാണ് ഇപ്പോൾ ആക്ട് ചെയ്യാനായിട്ട് നല്ലൊരു സ്പേസ് കിട്ടിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീധുവിനെയാണ്. ശ്രീധു അത് നന്നായിട്ട് ചെയ്യുന്നുമുണ്ട്.